പോടാ. നീ ഇങ്ങോട്ട് പറയുന്നേ. വേഗം വാടാ, വേഗം വാങ്ങിപ്പോ. ഇത് പോരാ, ഇത് പൊരിയിരിക്കാൻ പോലുമില്ല. എന്താ എന്താ പറഞ്ഞ? കൂലി ഇത് പോരെന്ന്. എത്ര വേണം നിനക്ക്? എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണം. എത്ര വേണമെന്നാ ചോദിച്ചേ? 8 കൂലിയാണെങ്കിലും വേണം. പോടാ, കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് പോകാൻ നോക്ക്. പിച്ച ചോദിക്കാൻ വന്നതല്ല, കൂലിയാണ് ചോദിച്ചത്. ആഹാ, എങ്കി ഇപ്പോ കൂലി ഇതേ ഉള്ളൂ. ഇത് പോരാ. പോരെങ്കി നീ പോ, കൂലി വേണ്ടവരെല്ലാം വാങ്ങിക്കോ. ആരും മേടിക്കരുത്. എന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും കാര്യമാണ്. അഹമ്മതി കാണിക്കാതെ നില്ലടാ നീയെ. ഇവരെ ആരാടാ ചവിട്ടാൻ വിളിച്ചത്? മര്യാദയ്ക്ക് പറ്റോ നീയെ? കൂലി മേടിച്ചിട്ട് പോകൂ. തന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് തരാനാ പറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാത്തിനും ചവിട്ടി ചെളിയിത്താക്കും. ഞങ്ങൾക്ക് വിശപ്പെടുക്ക് ജീവിക്കണം. എന്നാ അത് തന്നെ ഒന്ന് കാണട്ടെ. നേതാവ് ഇവിടെ ഉണ്ടോടാ? എടി കാക്കമ്മേ, ഇറങ്ങടി പറയുന്നു. എടി കാക്കമ്മേ, ഇറങ്ങടി. ആരാ പട്ടികളെ? ആർക്കായി വീട് എത്തിക്കേണ്ടത്? നിന്റെ വെട്ടരുവ കാലത്തൊന്നും ഞങ്ങളെ വേരട്ടിക്കളല്ലേ? നീയാണോടാ നേതാവ്? അതല്ല പന്നി, ചുഴയുടെ കത്തിക്ക്. ഞാൻ കൂരയായിട്ട് നടക്കുന്നിട എന്റെ ആടാ. എന്റെ പറമ്പിക്കട നീയൊക്കെ ആരാടാ? മര്യാദക്ക് സംസാരിക്കടാ. പാതിരാക്കി മനുഷ്യർ ഇറങ്ങുമ്പോ കൂലിക്ക് തല്ലാനും പോരയ്ക്ക് തീ വയ്ക്കാൻ നടക്കും നിന്നോട് മര്യാദ. കാക്കമ്മയുടെ വീട്ടിൽ മിടുക്ക് കേട്ടാ. നീ ആരാടാ വരുത്താ? അത് ഞാനാ നിശ്ചയിക്കേണ്ടത്. തേ പിടിച്ച് പങ്ക് പറയുന്നോടി. അപ്പറഞ്ഞ നിന്റെ വീട്ടിലാ. നിനക്കിടം മാറിപ്പോയി. നീ എന്താണ് പറഞ്ഞത്? കേട്ടില്ലല്ലോ, ഒന്നുകൂടെ പറയാം. പറയൂടെ മാറി. വിളിക്കോ, ഞങ്ങൾ ഇനിയും വരും. എന്തിനാണ് പിന്നെയാക്കുന്നേ? ഇപ്പൊ തന്നെ നോക്കിക്കളയാം. നമുക്ക് പിന്നെ വരാം.
കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുപാടി. ഇത്രയും പേരോട് ഒറ്റയ്ക്ക് മല്ലിടാൻ പോയതെന്തിനും വല്ല പിഴയും പറ്റിയിരുന്നെങ്കിൽ. നിന്റെ മാനം കാക്കാൻ. നിനക്ക് മോക്ക് ഒരു ആൺതുണ ഉണ്ടെന്ന് അറിയിക്കാൻ. ചേന്നൻ ഒറ്റയ്ക്ക് നിന്ന് തല്ലി, എന്നിട്ട് തല്ലും കൊണ്ടിങ്ങ് പോന്നു നാറികള്. അവനൊരു കൂറ്റനാ മുതലാളി. ഇല്ലെങ്കിൽ ഞങ്ങൾ 4 പേരിങ്ങനെ തിരിച്ചു പോരോ? നാണമുണ്ടോടാ നിനക്കൊക്കെ ഇത് പറയാൻ? അവളുടെ പേരൊക്കെ തീ വയ്ക്കാമായിരുന്നില്ലേ? അവനെ ഇങ്ങനെ വിടരുത് മുതലാളി. അവനെ ഈ കരയെന്ന് തല്ലി ഓടിക്കണം. കാക്കമ്മയെ വിളിച്ച് അവിടുന്ന് പറഞ്ഞാൽ യുവമാർക്കൊക്കെ വല്ലതും കൊടുക്ക്. തല്ലുകൊണ്ട നീരുവീക്കം മാറട്ടെ. കഴുതകള് പോടാ. അവനെയല്ല, ആ കാക്കമ്മയാണ് ഈ കരയിൽ നിന്ന് ഓടിക്കേണ്ടത്. എന്തിനാടി അസൂയ? അവളും പിഴച്ചോട്ടേടി. ഇവിടെ ആരും ഇല്ലേ? വീട്ടുകാരെ ആരും കാണാനില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ആരാ? ആരാണെന്നോ? എന്റെ പേര് രാമന്ന, താറാവുകാരനാ. ചേന്നനില്ലേ ഇവിടെ? ഇങ്ങോട്ടിരി, ഇപ്പൊ വിളിക്കാം. ആ വിളി. ഇയാള് നല്ല ചതിയാ ചെയ്തത്. താനെന്താണോ കുന്തം മെഴുകിയ പോലെ നിൽക്കുന്നത്? താഴേക്ക് ഒളിച്ചോടി പോയതല്ലേ? ഇത്ര ദൃശ്യം പിടിച്ചതാണ് എങ്ങോട്ടായി പോയത്? എവിടെയൊക്കെ തിരക്കി, എത്ര വർഷമായി. താനെന്താണോ ഈ പഴയ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നിട്ട് കമാന്ത രക്ഷ ഉണ്ടാകാൻ നിൽക്കുന്നത്? താൻ ഇരിക്കേ. കെട്ടിയോളും മോളും ആയിരിക്കും. കുറെ കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു ദിവസം രാത്രി ആരോടും മിണ്ടാതെ സ്ഥലം വിട്ടു. എന്റെ കെട്ടിയോൾക്കായിരുന്നു എന്നെക്കാൾ കൂടുതൽ വിഷമം. 2 ദിവസത്തേക്ക് അവള് കഞ്ഞി കുടിച്ചിട്ടില്ല. ഞാനും നീലിയും കൂടെ എപ്പോഴെല്ലാം തിരക്കിന്നറിയാമോ? ആ താറാവുകാരനല്ലേ, എവിടെയെങ്കിലും പോയി കൂട് വെച്ച് കാണുമെന്ന് കരുതി. ആ അതെ, ചായ എടുക്കാനാണെങ്കിലേ നല്ല കടുപ്പം വേണം. ഇഷ്ടം പോലെ പഞ്ചാര ഇട്ടോ, അതാ എന്റെ പതിവ്. ഒന്ന് പറഞ്ഞു കുറവേ. അല്ല, താൻ എന്ത് ഭാവിച്ചോണ്ടാ താറാക്കൾ അവിടെ ഇട്ട് താൻ ഇവിടെ നടന്നാല്? താറാക്കൾ അവിടെയും താൻ ഇവിടെയും. ഞാനായതുകൊണ്ട് തനിക്ക് നഷ്ടം വരില്ല. കുറെ എണ്ണം ചത്തു, കുറെ എണ്ണത്തിന് വിറ്റ് കാശാക്കി. ആ പിന്നെ 100 കൈക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് കണക്ക് താനൊന്ന് വന്ന് നോക്കണം, എന്നാലും എനിക്കൊരു മനസ്സമാധാനമാവുള്ളൂ. എനിക്ക് കണക്ക് നോക്കാനൊന്നുമില്ല. താൻ പറയുന്നത് തന്നെ എന്റെ കണക്ക്. പറ്റില്ല, താൻ വന്ന് കണക്ക് നോക്കിയോ. അത് ഇനിയൊരു ദിവസം ആവട്ടെ. കുട്ടികളെ പോലെ കിടന്ന് വാശി പിടിക്കാതെ പോവേ. ഞാൻ പിന്നീട് വന്നാലോ? ഒക്കില്ല. താൻ ഇന്ന് എന്റെ കൂടെ വന്നേ നോക്കൂ. ഇല്ലെങ്കിൽ താൻ വരുന്നത് വരെ ഞാൻ ഇവിടെ കൂടാൻ പോവുക. ചായ. ആ പിന്നെ കെട്ടിയവരെ ഞാൻ ഇന്നത്തേക്കൊന്ന് കൊണ്ടുപോവുക. ഉടനെ തന്നെ ഇങ്ങോട്ട് വിട്ടേക്കാം. ഞാനൊന്ന് പോയേച്ചു വരാം. രാത്രി സൂക്ഷിച്ചോണം. ഞാൻ വന്ന് വിളിക്കാതെ വാതിൽ തുറക്കരുത്. ശരി. കാർത്തു, ആ തോർത്തിഞ്ഞെടുത്തേ. ഞാൻ കരുതി താനിന്ന് വാശി പിടിച്ച് വരില്ലായിരിക്കും. വലിയ വാശിക്കാരനാ. ഞാൻ കരുതിന്ന് വരത്തില്ലായിരിക്കുന്നു. വരട്ടെ മോളെ. അയ്യോ, നാണം എനിക്ക് പുതിയ എന്താ തങ്കി? അയ്യോ, നാം പറയൂല, അന്നൂത്തിപ്പോകും. കണ്ണുകൊട്ടു. എന്തിന്? ആ നാരായണൻ കുട്ടി മന്ത്രം ലഭിച്ചതാണ്. ചേട്ടൻ എന്തിനാ മന്ത്രം ജപിച്ചത്? അത് അടക്കാമരത്തിന്റെ തോട്ടില്. അടയ്ക്കാമരത്തിന്റെ ചോട്ടില്? നാരായണൻകുട്ടിയും അക്കപ്പെണ്ണും കൂടി അടക്കാമരത്തിന്റെ തോട്ടില്. അയ്യോ, നാം പറയില്ല, കണ്ണുകുത്തിപ്പോകും. എന്നെ പറയണപ്പോ ഞാൻ ചേട്ടനോട് ചോദിച്ചോളാം. അയ്യോ, തോന്നിക്കണ്ട. നാം പറയാം.
കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് മാലിത് ആരോടും പറയരുത്താ, കണ്ണൂത്തിപ്പോകും. ആരോടും പറയല്ലേ. അമ്മ എവിടെയടി? കാക്കമ്മേ, ഒരു 100 തരാം. അത് നിർത്തി. അതല്ലടി, ഒരു 100. അത് നിർത്തി. അതെന്താടി ഒരു ചോദ്യവും നിറവുമില്ലാതെ എല്ലാം അങ്ങ് നിർത്തിയേ? ചോദ്യം നിറവില്ലാതെ തുടങ്ങിയ ഏർപ്പാടല്ലേ, അതുകൊണ്ട് തന്നെയാണെന്ന് കരുതിക്കോ. ഓ, നിനക്കിപ്പോ നിന്റെ മറ്റവനുണ്ടല്ലോ, ആ താറാവുകാരൻ, അവനെ മാത്രം മതിയായിരിക്കും. ആണെന്ന് വെച്ചോ? എടീ, വരുത്തന്മാര് വന്ന പോലെ അങ്ങ് പോകും. പിന്നെ വരാനുള്ളത് ഞങ്ങളൊക്കെ തന്നെയാ. നമുക്കങ്ങ് സഹകരിച്ചു പോകാം. ഞാനും സണ്ണി മുതലാളി ഉള്ള കാലത്തോളം നിനക്ക് ഒരു കുറവും വരത്തില്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തന്റെ ഓശാരം ഒന്നും എനിക്ക് വേണ്ട. തുള്ളാരടി, നിലത്ത് നിൽക്ക്. നിന്നെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞങ്ങൾ കണ്ടെടുത്തോളൊന്നും ആ വരുത്തം കണ്ടിട്ടില്ല. പിന്നെ നീ അവന്റെ മേനിമെടുക്ക് കണ്ടൊന്നും കയറി നേടിക്കണ്ട. ഇതേ എന്റെ കൂടില്ല, താൻ പോയിക്കോ. കാക്കമ്മേ, പോടോ, ചൂലെടുക്കും ഞാൻ. നോക്കിക്കോ, കുഞ്ഞപ്പിയ പറയുന്നത്. എന്നെ നോവിച്ചൊരാരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ നിന്നെ കുറെ കണ്ടതാടാ. നീ എന്താ കാണിക്കാനടാ? നിന്നെ പാണ്ടിന് പോടാ. അമ്മേ, സാരല്ലമ്മേ. ഒന്നും പറയാതെ ഒളിച്ചോടി പോയപ്പോ ഓർക്കേണ്ടിയിരുന്നു, പിന്നെ നാണിക്കേണ്ടി വരുമെന്ന്. ചായ എവിടെ നീല്? നീ ഇന്ന് സ്വപ്നം കാണാണ്. പോയി ചായ എടുത്തോണ്ട് വാ. വേണോ ഇങ്ങോട്ട് ഇരിക്കും. താൻ പോയതിനു ശേഷം തന്റെ താറാത്യങ്ങൾക്കെല്ലാം ആകെ ഒരു മന്നിപ്പായിരുന്നു. അത്രയ്ക്കുണ്ട് അതുങ്ങളുടെ ഒരു സ്നേഹം. കച്ചിപ്പാടത്ത് തീറ്റ ഉണ്ടായതുകൊണ്ട് പിന്നെ വലിയ അലച്ചിലൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു വിശേഷം പറയാൻ മറന്നു. മറന്നതല്ല, സാവകാശമായിട്ട് പറയാമല്ലോ എന്ന് കരുതിയതാ. നീലി പെറ്റു. വയസ്സുകാലത്തുള്ള ഒരു ഏർപ്പാടായതുകൊണ്ട് നാലാളുടെ മുഖത്ത് നോക്കാൻ ഒരു ചമ്മല് പോലെ ആയിരുന്നു ആദ്യമൊക്കെ. പെമ്പറന്നവർക്ക് വയറ്റിലുണ്ടായതിന് കെട്ടിയവൻ എന്തിനാ ചമ്മന്നേ? അല്ലേ പോയി. പിന്നെ അതൊക്കെ മാറി. ഇവിടെ ഇത്തിരി മിനിങ്ങിട്ടുണ്ട് ഇല്ലേടോ? 3 നേരമായിരുന്നു മരുന്നും കഷായവും. നമ്മുടെ വൈദ്യന്റെ പ്രത്യേക ശുശ്രൂഷ പ്രകാര. എത്ര നേർച്ച നേർന്നുണ്ടായതാ. മോനെന്തേ നീലി? പള്ളിക്കൂടത്തിൽ പോയേക്കുക. ആ, ആരാ? നാനാ തങ്കി. തങ്കി എന്ന് പറഞ്ഞാൽ? എന്റെ പേരാ. എന്ത് വേണം? തേനന്തേട്ടനില്ലേ? ഇല്ല. വധുവോ? വരും. എപ്പ വരും? വരുമ്പോ വൈകും. വന്നത്തെ നാം പോവൊന്നു. തേനന്തേട്ടനെ കൊണ്ടേ നാം പോവൊന്നു. ചേട്ടൻ തന്റെ ആരാ? തേനന്തേട്ടൻ നിങ്ങടാരാ? മോളാണല്ലേ? നല്ല സുന്ദരിയാണല്ല, കൊച്ചുപാർവതീനെ പോലെ. ചിരി വെള്ളം തരുമോ? എന്തോ? ചിരി വെള്ളം തരുമോ? കഞ്ഞിര വെള്ളം മതിട്ടാ. ഇത്തിരി വത്തും കൂടി ഇട്ടോ, ഇത് എനിക്കിഷ്ടാ. അമ്മേ, അമ്മേ,
അയ്യോ, ഞാൻ വന്ന വെള്ളം കായലുണ്ട്, നമുക്ക് ആശുപത്രി പോവാം. എന്റെ മോള് വെള്ളം വെള്ളം Oh,